സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ ഓണം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. സയൻസ് ആണ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ: റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ടാപ്പിയോക്കോ, ഓട്സ് ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ കണ്ടെയ്ൻ ദ ന്യൂട്രിയൻ കാർബോഹൈഡ്രേറ്റ്. വാട്ട് ഫോംസ് ആർ ദിസ് ന്യൂട്രിയൻ സീൻ ഇൻ ദിസ്? അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ടാപ്പിയാക്കോ, ഓട്സ് ഇതിലൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഫോം, ഏത് ടൈപ്പ് എന്നല്ല, ഏത് ഫോമിലാണ് ന്യൂട്രിയൻസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ഫോമിലാണ്? സ്റ്റാർച്ച് ആയിട്ടുണ്ട്, സെല്ലുലോസ് ആയിട്ടുണ്ട്, ഷുഗർ ആയിട്ട്, ഗ്ലൂക്കോസ് ആയിട്ട്, ഫൈബർ ആയിട്ട്. നാരുവർഗ്ഗങ്ങൾ, അതുപോലെ റൈസിലും വാട്ടറിലൊക്കെ നമ്മൾ ഈ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ ആയാലും സ്വീറ്റ് പൊട്ടറ്റോയിൽ ഷുഗർ ഉണ്ടായിരിക്കും, ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും, പൊട്ടറ്റോയിൽ ഉണ്ടായിരിക്കും, ഫൈബർ ആയിട്ട് ടാപ്പിയാക്കോ ഓട്സിലൊക്കെ ഫൈബർ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്കറിയാം. Which food item contain vitamin that help in the proper functioning of nerves? വിറ്റാമിൻ ഇ ആണ്. നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഞരമ്പുകളുടെ ഒക്കെ നല്ല പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. വിറ്റാമിൻ ഇ ഉള്ള സാധനങ്ങൾ ഒന്നാമത്തെ നമുക്ക് കിവി പറയാം, പിന്നെ സ്ട്രോബെറി, പിന്നെ എഗ്ഗ് പറയാം, നിങ്ങൾക്ക് അവക്കാഡോ പറയാം, ബ്ലാക്ക്ബെറി പറയാം, ബദാം പറയാം, പീനട്ട് പറയാം. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. ഫുഡ് ഐറ്റംസ് വിറ്റാമിൻ ഇയിലാണുള്ളത്. ഈ ഫുഡ് ഐറ്റം ഒക്കെ നിങ്ങൾ കൂടെ എഴുതാം. അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് റീസൺ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള റീസണും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ്: അയോൺ ടാബ്ലറ്റ് ഈസ് കമ്പൽസറി ഗിവൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾ വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ അയോൺ ടാബ്ലറ്റ് കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കണം. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ റീസൺ: അയോൺ ടാബ്ലറ്റ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് പോഷകത്തിന് ഏറ്റവും നല്ലത് ഈ ഒരു അയോൺ ടാബ്ലറ്റ് ആണ്. ദേ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വളർച്ചയ്ക്ക് അതൊന്ന് എൻഹാൻസ് ചെയ്യാം, വളർച്ച ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ: ചിൽഡ്രൻ ഹു ടേക്ക് ദ അയൺ ടാബ്ലറ്റ് ഡു നോട്ട് ഹാവ് അനീമിയ. തളർച്ച ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അയൺ ടാബ്ലറ്റ് എടുക്കുന്ന കുട്ടികളിലേക്ക്. ബിക്കോസ് അയൺ ടാബ്ലറ്റ് ബ്ലോക്ക് ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് ബ്ലോക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തേർഡ് വൺ: അയൺ ടാബ്ലറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടി ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല റോൾ ഉള്ളത് അയൺ ടാബ്ലറ്റ് എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ: അയൺ ടാബ്ലറ്റ് ഇംപ്രൂവ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ. ഓക്സിജന്റെ ലെവൽ കൂട്ടി ബ്ലഡിന്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിക്കും മൂന്നാമത്തെ മാത്രമേ ശരിയുള്ളൂ. ഹീമോഗ്ലോബിൻ ബ്ലഡിൽ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ദോസ് ഹു കൺസ്യൂം ദിസ് ഡസ് നോട്ട് ഡെവലപ്പ് അനീമിയ. തളർച്ച ഉണ്ടാവില്ല ഇത് കഴിക്കുന്ന ആൾക്കാർക്ക്. അതല്ലാതെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പോലെ ഹീമോഗ്ലോബിൻ ബ്ലഡിൽ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് കഴിക്കുന്നത്. ബ്ലഡ് വർദ്ധിപ്പിക്കുന്നത് തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഒന്നാമത്തത് അവർ പറയുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും തളർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് അവർ പറയുന്നത് ഓക്സിജന്റെ ലെവൽ ഇംപ്രൂവ് ചെയ്യാനാ. അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി some students are trying to make electromagnet as part of learning activity. The materials they brought are given below. അവർ ഇലക്ട്രോമാഗ്നറ്റിക് ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് കുട്ടികൾ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിലെ A question: what are the other material needed to make an electromagnet? Write the method of making it. ഇലക്ട്രോമാഗ്നറ്റ് അറിയാം നമുക്ക്. ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ മാത്രം മാഗ്നറ്റ് ആയിട്ട്, കാന്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തരം താൽക്കാലികമായിട്ടുള്ള കാന്തം, ടെമ്പററി മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? 9 വോൾട്ട് ബാറ്ററി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയേൺ നെയിൽ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ടെസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ്. ആ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് അറിയാനുള്ള, ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിന്റെ ഫോഴ്സ് അറിയണമെങ്കിൽ അതിന്റെ രണ്ടറ്റത്തിലേക്കും സൂചികൾ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും പോൾസ് ആണ്, സൗത്ത് പോൾ, നോർത്ത് പോൾ. അതിന്റെ മിഡിൽ ഭാഗത്തേക്ക് അവിടെ ഒരു പിന്നുകളും അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ആ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോണത്. എക്സ്പെരിമെന്റ്: സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് എ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ സ്ട്രോങ്ങസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ മാഗ്നറ്റ് കണ്ടുപിടിക്കാൻ, അതിന്റെ ഫംഗ്ഷനിങ് കണ്ടുപിടിക്കുക. എയിം, എന്താണ് നമ്മുടെ എയിം, ലക്ഷ്യം? ടു ടെസ്റ്റ് വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് ഹാസ് ദ സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. മെറ്റീരിയൽസ്: 1 ബാർ മാഗ്നറ്റ്, അയേൺ പിൻ ഓർ പേപ്പർ ക്ലിപ്സ്, 1 ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ബാർ മാഗ്നറ്റ്, പേപ്പർ, കുറച്ച് പേപ്പർ ക്ലിപ്സ് ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ അയേൺ പിൻ ആയാലും മതി. സ്റ്റെപ്പ് 1: സ്പ്രെഡ് ദ അയേൺ പിൻ ഈവൻലി ഓൺ ദ ഷീറ്റ് ഓഫ് ദ പേപ്പർ. പേപ്പറിൽ കുറച്ച് നമ്മൾ പിന്നുകൾ ഇങ്ങനെ എറിഞ്ഞിടുക. സ്റ്റെപ്പ് 2: പ്ലേസ് ദ ബാർ മാഗ്നറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ പിന്ന്. പിന്നിന്റെ ആ ഒരു പ്ലേസ് ദ ബാർ മാഗ്നറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ പിന്ന്. അപ്പോൾ പിന്നിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ബാർ മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവരിക. നമുക്കറിയാം കാന്തം നമ്മൾ സൂചിയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അതിനെ അട്രാക്ട് ചെയ്യും. അത് അട്രാക്ട് ചെയ്യുന്നത് അതിന്റെ പോൾസിലായിരിക്കും, സൗത്ത് പോൾ, നോർത്ത് പോൾ, അങ്ങനെ. ഹാൻഡ് ലിഫ്റ്റഡ് അപ്പ്, അത് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ എടുക്കുക. സ്റ്റെപ്പ് 3: ഒബ്സർവ് വേർ ദ പിൻ സ്റ്റിക്ക് ടു ദ മാഗ്നറ്റ്.
നമ്മൾ ഒബ്സർവ് ചെയ്യുക എവിടെയാണ് മാഗ്നറ്റിന്റെ ഈ ഒരു സൂചി ഇവിടെ അങ്ങനെ പിടിച്ചിരിക്കുന്നത് നോക്കുക, സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഒബ്സർവേഷൻ, മോസ്റ്റ് പിൻ സ്റ്റിക്ക് ടു ദ ടു എൻഡ് ഓഫ് ദ മാഗ്നറ്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കൂടുതൽ പിന്നുകളും രണ്ടറ്റങ്ങളിലായിട്ടാണ് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അത് പോൾസ് ആണ്, സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറയുന്നത്. വെരി ഫ്യൂ ഓർ നോ പിൻ സ്റ്റിക്ക് ടു ദ മിഡിൽ. കൂടുതൽ പിന്നുകളും രണ്ട് എൻഡുകളിലായിട്ട്, ഞാൻ ആ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിലെ ആ യു ഷേപ്പിൽ രണ്ട് എൻഡുകളിലായിട്ട്, എന്ന് വെച്ചാൽ രണ്ട് പോൾസ് ആണ്, സൗത്ത് പോൾ നോർത്ത് പോൾ ആണുള്ളത്. ആ മാഗ്നറ്റിന്റെ രണ്ട് എൻഡുകളിലായിട്ടാണ് കൂടുതൽ സൂചികൾ ഉള്ളത്. വെരി ഫ്യൂ ഓർ നോ പിൻ സ്റ്റിക്ക് ടു ദ മിഡിൽ. നടുവിലായിട്ട് കുറവാണ്, ഒന്നോ രണ്ടോ ചിലപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലെ കൺക്ലൂഷൻ, മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദ പോൾസ് ആൻഡ് വീക്കസ്റ്റ് ഇൻ ദ മിഡിൽ. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത് രണ്ടറ്റങ്ങളിലാണ്, ഏറ്റവും കുറവ് വരുന്നത് നടുവിലാണ്. ഇതാണ് ആ ഒരു എക്സ്പെരിമെന്റ് കേട്ടോ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മാഗ്നറ്റ് ആർ ഗിവൻ ബിലോ, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് മാഗ്നറ്റിനെ കുറിച്ചിട്ട്, കാന്തത്തിനെ കുറിച്ചിട്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? എ നെയിൽ അറ്റാച്ച്ഡ് ടു എ പെർമനന്റ് മാഗ്നറ്റ് അട്രാക്ട് എ പിൻ, സോ ദ നെയിൽ ആൽസോ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഒരു നെയിലെ പെർമനന്റ് മാഗ്നറ്റിനോട് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അട്രാക്ട് ചെയ്തിരിക്കുന്ന ആ നെയിലും എന്താവും, ആ ഒരു ആണിയും എന്തായിട്ട് മാറും, പെർമനന്റ് മാഗ്നറ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു പെർമനന്റ് മാഗ്നറ്റിനോട് നെയിൽ അറ്റാച്ച് ചെയ്തെന്ന് വെച്ചിട്ട് നെയിൽ എന്നിട്ട് ഒരു പിന്നിനോട് അട്രാക്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആ നെയിൽ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആവില്ല. ലോഡ്സ്റ്റോൺ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ്. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ആൻഡ് ലൈക്ക് പോൾസ് അട്രാക്ട്. അൺലൈക്ക് പോൾസ്, ഒരുപോലെ അല്ലാത്ത പോൾസ് എന്ന് വെച്ചാൽ സൗത്തും നോർത്തും കണ്ടുമുട്ടുമ്പോഴും കൂട്ടിമുട്ടുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാതെ പോകുന്നാണ് പറയുന്നത്. നോർത്തും സൗത്തുമാണ് അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ കാര്യമാണ്. നോർത്തും സൗത്തും ആണ് എപ്പോഴും അട്രാക്ട് ചെയ്യുക. അപ്പോൾ അൺലൈക്ക് എന്ന് പറഞ്ഞ ഒരുപോലെ അല്ലാത്ത ഭാഗങ്ങൾ റിപ്പൽ ചെയ്ത് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അവരടുക്കാതെ, അവരെ അട്രാക്ട് ചെയ്യാതെ പോവും. ഒരുപോലെയുള്ള ഭാഗങ്ങൾ അട്രാക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. ഒരുപോലെ അല്ലാത്ത ഭാഗങ്ങളാണ് അട്രാക്ട് ചെയ്യുക. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. അത് കറക്റ്റ് ആണ്. ഒരുപോലത്തെ ഭാഗങ്ങൾ വരുമ്പോൾ സൗത്തും നോർത്തും വരുമ്പോൾ റിപ്പൽ ചെയ്യും, അട്രാക്ട് ചെയ്യാണ്ട് പോവും. നോർത്ത് സൗത്ത് അൺലൈക്ക് പോൾസ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള സൗത്ത് നോർത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അട്രാക്ട് ചെയ്യും. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവിംഗ് ഷേപ്പ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്കെൽറ്റൻ. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു സ്കെൽറ്റന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു രൂപം തരിക, അതാണ്. റൈറ്റ് ടു അതർ ഫംഗ്ഷൻ ഓഫ് സ്കെൽറ്റൻ. സ്കെൽറ്റന്റെ ബാക്കി 2 ഫംഗ്ഷൻസ് എഴുതുക. ഒന്നാമത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ഈ ബോഡിയിലുള്ള മസിൽസ് ആയാലും നമ്മുടെ ബോഡിയിലുള്ള മാംസത്തിനായാലും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആരാണ്? സ്കെൽറ്റൻ ആണ്. ഫ്രെയിം വർക്ക്, നമ്മുടെ ഇപ്പൊ കയ്യിനൊരു രൂപം തരിക, നമ്മുടെ നെഞ്ചിനൊരു രൂപം തരിക, അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് മൊത്തത്തിൽ തരുന്നത് ആരാണ്? ഈ ഒരു സ്കെൽറ്റൻ ആണ്. അതിനുള്ളിലാണ് ഓരോന്നും സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് ഹാർട്ട് ആയാലും സ്റ്റൊമക്ക് ആയാലും ഇൻഡസ്റ്റൈൻ ആയാലും ഈ ഒരു സ്കെൽറ്റന്റെ ഉള്ളിലാണ് ഉള്ളത്. പിന്നെ പ്രൊട്ടക്ഷൻ, പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു സാധനം വന്ന് ഇടിക്കാതിരിക്കാൻ അതെന്താണ്? സ്കെൽറ്റൻ അതിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ എല്ല് പൊട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് അത് പൊട്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുള്ളൂ. B question, the part of human body and the number of bones in them are given below, fill in the blanks. ബോഡി പാർട്സ് ഏതാണ്, അവിടെ എത്ര എല്ലുകൾ ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആ ബ്ലാങ്ക്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. വെർട്ടിബ്രൽ കോളം 33 ബോൺസ് ആണ് ഉള്ളത്. റിബ്സ് 22 ബോൺസ് ഉള്ളത് എവിടെയാണ്? സ്കള്ളിലാണ്. ലെഗ് 31, ഒരു ബോൺ ഉള്ളത് സ്റ്റേർണം. സ്റ്റേർണം എന്ന് പറഞ്ഞാൽ മാറല് അല്ലെങ്കിൽ നെഞ്ചും കൂട് എന്നൊക്കെ നമ്മൾ പറയും. 3 statement on joints are given below, write down the correct option. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ജോയിന്റ്സിനെ പറ്റിയിട്ട്. അതിലെ കറക്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിഞ്ച് ജോയിന്റ് ഇസ് ദ ജോയിന്റ് ദാറ്റ് ഹാസ് മോർ ഫ്രീഡം ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് വെച്ചാൽ മൂവ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹിഞ്ച് ജോയിന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഹിഞ്ച് ജോയിന്റിന് നമുക്ക് ഫോർവേഡ്, ഇപ്പൊ കൈയിന്റെ മുട്ടുകളിലൊക്കെ ഉള്ളത്, അത് നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് അങ്ങോട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മൂവ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ജോയിന്റ്സ് ഇൻ ദ സ്കൾ ആർ ഇമ്മൂവബിൾ. സ്കള്ളിലുള്ള ആ ഒരു തലയോട്ടിലുള്ള ജോയിന്റ്സ് ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. ദ ജോയിന്റ് ദാറ്റ് കണക്ട് ഹിപ്പ് ബോൺ ആൻഡ് ഫേമർ ഇസ് ദ ഹിഞ്ച് ജോയിന്റ്. ഒട്ടും അല്ല, അത് കറക്റ്റ് അല്ല, ഹിപ്പിലുള്ളതല്ല, കൈമുട്ടുകളിൽ കാൽമുട്ടുകളിലൊക്കെ ഉള്ളതാണ് എന്ത് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്. അതിൽ എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ രണ്ടെണ്ണത്തിന്റെ ആൻസർ കൊടുക്കുന്നുണ്ട് കേട്ടോ. Moderate amount of cholesterol is required for the body. Why? What health issues will occur if the cholesterol is in excess? നമുക്കൊരു കൊളസ്ട്രോള് ഒരു
മതി, അതല്ലാണ്ട് അമിതാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഇഫ് കൊളസ്ട്രോൾ ഈസ് പ്രസന്റ് ഇൻ എക്സസ്, കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാൽ ഇറ്റ് മേ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽ, നമ്മുടെ ബ്ലഡ് ഒഴുകുന്ന ഓരോ വെസലുകളിലും ഓരോ സിരകളിലും എന്ത് ചെയ്യും, അത് അടിഞ്ഞുകൂടും. ആൻഡ് കോസ് ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ, അങ്ങനെ നമ്മുടെ രക്തം അവിടെ ഫ്ലോ ചെയ്യുന്നത് തടയും. ദിസ് മേ ലീഡ് ടു ഹാർട്ട് ഡിസീസസ്, അങ്ങനെ നമുക്ക് നെഞ്ചു സംബന്ധമായിട്ട് ഹാർട്ട് സംബന്ധമായിട്ട് ഹൃദയം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. ഒബ്സർവ് ദ കാർട്ടൂൺ. മോം, ആർ യു കുക്കിംഗ് അവിയൽ കീപ്പിംഗ് ദ വെസൽ ഓപ്പൺ, ഇസ് ഇറ്റ് പ്രോപ്പർ? അപ്പൊ അമ്മോട് ചോദിക്കുകയാണ്, അമ്മ അവിയൽ ഉണ്ടാക്കുന്നത് ഈ ഒരു വെസൽ ഓപ്പൺ ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുക. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചൈൽഡ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് മെഷർ ടു ബി ടേക്ക് കെയർ ഓഫ് വെൽ കുക്കിംഗ് ടു പ്രിവെന്റ് ദ ലോസ് ഓർ ന്യൂട്രിയൻ വാല്യൂ, അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസ് വാല്യൂ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസ് ഉണ്ടല്ലോ ഭക്ഷണത്തില്, അപ്പൊ ആ ന്യൂട്രിയൻസ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുക്കിങ്ങിൽ എന്ത് ചെയ്യണം? The child asked this because some nutrients may be lost when food is cooked in an open vessel. തുറന്നു വെച്ച പാത്രത്തിൽ നമ്മൾ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ന്യൂട്രിയൻസ്, പോഷകാഹാരങ്ങൾ അതിൽ നിന്ന് നഷ്ടപ്പെടും. ഇൻ ആൻ ഓപ്പൺ വെസൽ, തുറന്ന ഒരു പാത്രത്തിൽ കേട്ടോ. ടു പ്രിവെന്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്, ഇങ്ങനെയുള്ള പോഷകാഹാരങ്ങൾ അവിടുന്ന് ലോസ് ആവാതിരിക്കാൻ വേണ്ടി, ന്യൂട്രിയൻസ് പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുക്ക് ഫുഡ് ഇൻ എ കവേർഡ് വെസൽ, എപ്പോഴും അടച്ചു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുക. യൂസ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുക. ഡു നോട്ട് ഓവർ കുക്ക് ദ ഫുഡ്, ഫുഡ് നല്ല രീതിയിൽ ഇങ്ങനെ പാചകം ചെയ്യാതിരിക്കുക, ഓവർ കുക്ക് ആവരുത്. ഡു നോട്ട് ത്രൂ അവേ ദ കുക്കിംഗ് വാട്ടർ, കുക്കിംഗ് ചെയ്ത വാട്ടർ നമ്മൾ വലിച്ച് കളയാൻ, മീൻസ് അത് ഉപേക്ഷിക്കാൻ പാടില്ല, കാരണം അതിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ചില ഫുഡൊക്കെ നമ്മൾ വേവിച്ചതിന് ശേഷം വെള്ളം കളയും, പക്ഷെ അതിൽ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. വാഷ് വെജിറ്റബിൾ ബിഫോർ കട്ടിങ് ദം, നമ്മൾ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിന് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. Next one, vitamins and their deficiency diseases are given in the table below. Which of the given option is correct? കുറച്ച് വിറ്റാമിൻസും തന്നിട്ടുണ്ട്, അവ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ എ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കാഴ്ചക്കുറവ് ഉണ്ടാവും. വിറ്റാമിൻ ബി കുറഞ്ഞാൽ മൗത്ത് അൾസർ വരും. വിറ്റാമിൻ സി കുറഞ്ഞാൽ സ്കർവി. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണ വീർക്കുക, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക, അതുപോലെ അമിത ക്ഷീണം ഉണ്ടാവുക, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ വരിക, അതിനൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? റിക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളെ കുട്ടികളിൽ ഇപ്പൊ ഈ ഒരു വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ കുറവുണ്ടാവുമല്ലോ, അപ്പോൾ അസ്ഥികൾ മെലിഞ്ഞ് അവര് ദുർബലമാവുന്ന അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ കുറവുണ്ടാവുക, അപ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന് കാലുകളൊക്കെ വളയും, അസ്ഥികൾ വേദന എടുക്കും, വളർച്ചക്കുറവുണ്ടാവും, അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ. വിറ്റാമിൻ എ 1 വരുന്നത് സി ആണ്, അതുപോലെ 2 വരുന്നത് ബി ആണ്, അതുപോലെ 3 വരുന്നത് ഏതാണ്? 3 വരുന്നത് ഡി ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ളത് നോക്കി എഴുതാം. മനസ്സിലായല്ലോ? ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ടും വരാറുണ്ട്. നെക്സ്റ്റ് ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രിപ്പയർ ഫോർ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ടു ബി ആസ്ക് ടു എ ഡോക്ടർ ഇൻ എ മന്ത്ലി പ്രോഗ്രാം. ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ. ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് മന്ത്ലി. അപ്പൊ അതിൽ ഡോക്ടറിനോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ ഹെൽത്ത് ക്ലബ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡെഫിഷ്യൻസി ഡിസീസസ്. ഡെഫിഷ്യൻസി, ഓരോ കാര്യങ്ങളുടെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന, ഇപ്പോൾ വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം, അങ്ങനെ നമുക്ക് ഓരോ കുറവുകൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതിനെപ്പറ്റി 4 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡെഫിഷ്യൻസി ഡിസീസസ്? എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് കോസ് ഡെഫിഷ്യൻസി ഡിസീസസ്? എന്തൊക്കെ കാരണങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവാൻ കാരണം? ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ദ സിംറ്റംസ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ്? ഇത് ഡെഫിഷ്യൻസി ഡിസീസസ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഓരോ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. എന്ന് വെച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസസിന് കാണുക. ഹൗ ക്യാൻ വി പ്രിവെന്റ് ഡെഫിഷ്യൻസി ഡിസീസസ്? ഇങ്ങനെയായിട്ട് വരുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മൾ എങ്ങനെ അവിടുന്ന് പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് ചോദിക്കുക. എങ്ങനെ നമ്മൾ അതിനെ എതിർത്ത് നിൽക്കും? ഇനി നെക്സ്റ്റ് വൺ, എ ചൈൽഡ് opinion that lady's finger contain high level cholesterol on seeking the mucilage while cutting it. അപ്പൊ നമ്മൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഫിംഗറിൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരുപാട് പേരുടെ തെറ്റായ ധാരണയാണ്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? an experiment to prove your, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോ, ലേഡീസ് ഫിംഗർ ഡസ് നോട്ട് കണ്ടെയ്ൻ കൊളസ്ട്രോൾ. ലേഡീസ് ഫിംഗറിൽ ആക്ച്വലി കൊളസ്ട്രോൾ ഇല്ല. ഇനി നമുക്ക് ഇതിനൊരു എക്സ്പെരിമെന്റ് വേണ്ടേ? എക്സ്പെരിമെന്റ് പേപ്പർ സ്പോട്ട് ടെസ്റ്റ് ഫോർ ഫാറ്റ് ഓയിൽ, ഫാറ്റ് ഉണ്ടോ ഓയിൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എയിം, ലക്ഷ്യം എന്താണ്? ടു പ്രൂവ് ദ ലേഡീസ് ഫിംഗർ സ്ലിം ഈസ് നോട്ട് ഓയിൽ ഓർ കൊളസ്ട്രോൾ. അപ്പൊ അതിലുള്ള ഒരു മസിലേജ്, അതിലുള്ള സ്ലിമ്മി എന്ന് പറയുന്നത് അത് ഓയിൽ അല്ല, അത് കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽ സാധനങ്ങൾ വേണം? 1 സ്ലൈസ്ഡ് പീസ് ഓഫ് ലേഡീസ് ഫിംഗർ, ഒരു ലേഡീസ് ഫിംഗറിന്റെ കഷ്ണം. 1 ഡ്രോപ്പ് ഓഫ് കുക്കിംഗ് ഓയിൽ, കുക്കിംഗ് ഓയിലിന്റെ ഒരു ഡ്രോപ്പ് എടുക്കുക. 1 ഷീറ്റ് ഓഫ് പ്ലെയിൻ വൈറ്റ് പേപ്പർ, ഒരു വെള്ള പേപ്പർ എടുക്കുക.
ഇനി സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. റബ് എ ഡ്രോപ്പ് ഓഫ് കുക്കിംഗ് ഓയിൽ ഓൺ ദ പേപ്പർ. പേപ്പറിൽ നമ്മൾ ആദ്യം ഒരു തരി കുക്കിംഗ് ഓയിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുക. കൈ കൊണ്ട് ഉരച്ചാൽ മതി. സ്റ്റെപ്പ് 2, റബ് സ്ലിമ്മി കട്ട് സർഫേസ് ഓഫ് ദ ലേഡീസ് ഫിംഗർ ഓൺ ദ അനദർ പാർട്ട് ഓഫ് ദ പേപ്പർ. ഈ സ്ലിമ്മി കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ലേഡീസ് ഫിംഗർ നമ്മുടെ ഈ ഒരു വെണ്ടക്കായ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്ലിമ്മി ആയിട്ടുള്ള ഒരു സാധനമല്ലേ കിട്ടുക അവിടെ, ഇങ്ങനെ വഴുവഴുത്തിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം എടുത്തിട്ട് അതൊന്നും നിങ്ങളൊരു പേപ്പറിൽ ഉരയ്ക്കുക. വെയിറ്റ് 5 മിനിറ്റ് ഫോർ ദ പേപ്പർ ടു ഡ്രൈ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ആ പേപ്പർ ഒന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഓയിലും ജസ്റ്റ് ഒന്ന് അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലേഡീസ് ഫിംഗർ മുറിച്ചിട്ട് അതും റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷൻ എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുക? കോക്കനട്ട് ഓയിൽ സ്റ്റേ ഗ്രീസി ആൻഡ് ട്രാൻസ്ലന്റ്, ലൈറ്റ് ഷൈൻ ത്രൂ ഇറ്റ്. കോക്കനട്ട് ഓയിൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രീസി ആയിട്ട് നിൽക്കും. അത് മാത്രമല്ല, പിന്നെ നമുക്ക് ഈ ട്രേസ് ചെയ്യണ പേപ്പറെ പോലെ ട്രാൻസ്ലന്റ് ആയിട്ട് കാണാൻ പറ്റും, ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യും. ലേഡീസ് ഫിംഗർ ഡ്രൈ. ഇനി ലേഡീസ് ഫിംഗറിന്റെ നമ്മളവിടെ ഉരച്ചത് ഡ്രൈ ആവുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലിയർ വിത്ത് നോ ഗ്രീസി മാർക്ക്. ഒരു ഗ്രീസി മാർക്കും അതിനുണ്ടാവില്ല, ക്ലിയർ പേപ്പർ പോലെയിട്ടാണ് ഇരിക്കുക. കൺക്ലൂഷൻ എന്താണ് നിങ്ങൾ ഇവിടുന്ന് നിഗമനം ഉണ്ടായത്? ഓയിൽ ലീവ്സ് പെർമനന്റ് ഗ്രീസി മാർക്ക് ഓൺ പേപ്പർ. പേപ്പറിൽ എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ഒരു ഗ്രീസി മാർക്ക് ഓയിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഏതെങ്കിലും പേപ്പറിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും കിടക്കും അവിടെ. ബിക്കോസ് ദ ലേഡീസ് ഫിംഗർ സ്ലിമ്മി ഡ്രൈ ക്ലിയർ ഇറ്റ്. ഇനി ബിക്കോസ് വേണ്ട കേട്ടോ, അവിടെ ലേഡീസ് ഫിംഗറിന്റെ എന്താ ഉണ്ടാവുക? ലേഡീസ് ഫിംഗറിന്റെ അത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യും. ഇറ്റ് കണ്ടെയ്ൻസ് നോ ഓയിൽ ഓർ ഫാറ്റ്. അപ്പോൾ ഓയിലോ ഫാറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ ഇപ്പം നമ്മളൊരു പേപ്പറിൽ ഉരച്ച പോലെ എപ്പോഴും അത് എന്ത് കിടക്കും? അവിടെ ഒരു ഗ്രീസി എഫക്റ്റിൽ കിടക്കും. വെണ്ടക്കായ നമ്മൾ ഉരച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഗ്രീസി എഫക്റ്റ് ഉണ്ടാവാത്ത കാരണം എന്താണ്? അവിടെ നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ അതിൽ അടങ്ങിയിട്ടില്ല. ദ സ്ലിമ്മി ഈസ് സിംപ്ലി വാട്ടർ ആൻഡ് നാച്ചുറൽ ഡയറ്ററി ഫൈബർ വിച്ച് കണ്ടെയ്ൻസ് സീറോ കൊളസ്ട്രോൾ. അപ്പോൾ ഈ വെണ്ടക്കായലുള്ള സ്ലിമ്മി ആൾക്കാർ കൊളസ്ട്രോൾ ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും വെള്ളവും പിന്നെ ഒരു ഫൈബർ നാരടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലാതെ കൊളസ്ട്രോൾ അല്ല. ഓക്കെ, അപ്പൊ എങ്ങനെ തിരിച്ചറിയാന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. എ സ്കെൽറ്റൻ ഇൻ ദ സയൻസ് ലാബ് ഓഫ് എ സ്കൂൾ ഇസ് ഗിവൻ ബിലോ. സ്കെൽറ്റൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ലാബൽ ഇൻ ദ ഫിഗർ. ഫിഗറിൽ ലാബൽ ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കള്ളും റിബ്സും. സ്കള്ള് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് സപ്പോർട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ഫേസ്. നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുന്നത് നമ്മുടെ ഈ ഒരു തലയോട്ടാണ്, സ്കള്ള്. അത് മാത്രമല്ല നമ്മുടെ ഫേസിന് ഒരു രൂപം തരുന്നുണ്ട്. റിബ്സ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ട് ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ട്, ഹൃദയത്തെ സംരക്ഷിക്കുന്നത് റിബ്സ് ആണ്. അതുപോലെ ലങ്സിനെ എയ്ഡ് ഇൻ റെസ്പിറേഷൻ, നമ്മുടെ റെസ്പിറേഷനിൽ ശ്വാസകോശമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു തട തരും. വാട്ട് ടൈപ്പ് ഓഫ് ബോൺസ് ഫോംഡ് ദ പിന്ന. പിന്നയിൽ എന്തൊക്കെ ടൈപ്പ് ബോൺസ് ആണ് ഉള്ളത്? ഫോംഡ് ബൈ. അപ്പൊ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇൻ ദ ടൈപ്പ് ഓഫ് ബോണ്ട് ഫോം ദ പിന്ന. അത് ഫോംഡ് ബൈ കാറ്റിലേജ് ആണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിയാത്ത ആൾക്കാർ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ഗിവൻ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പൊ തന്നിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് വെൻ ദർ ഇസ് എൻ ഇഞ്ചുറി ഇൻ ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. റീസൺ കാരണം സ്പൈനൽ കോഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസ് ത്രൂ ദ വെർട്ടിബ്രൽ കോളം. കാരണം നമുക്ക് സ്പൈനൽ കോഡ്, നമുക്കറിയാം നട്ടല്, ആ ഒരു നട്ടലിന്റെ ഭാഗം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്തുള്ള നെർവസ് സിസ്റ്റം അവിടെ അതിലൂടെ പാസ് ചെയ്യുന്ന കാരണമാണ് വെർട്ടിബ്രൽ കോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതും അതിനൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പുറം നട്ടലിന് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ സ്പൈനൽ കോഡ് പോകുന്നത് ഏതിലാണ്? അതിന്റെ ഞരമ്പുകൾ പോകുന്നത് ഈ വെർട്ടിബ്രൽ കോളം വഴിയാണ്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ്? ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഏറ്റവും ലാസ്റ്റ് വൺ ആണ് കറക്റ്റ്. ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ബട്ട് ദ റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റും റീസണും എന്താണ്? സ്യൂട്ടബിൾ ആണ്. സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, അതിന്റെ റീസണും കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6A-യും B-യും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ രണ്ടെണ്ണത്തിന് ആൻസർ കൊടുക്കുന്നുണ്ട്. എ ചൈൽഡ് ബ്രോട്ട് എ മാഗ്നറ്റ് ഇൻ ദ ക്ലാസ് ഫോർ കണ്ടക്ടിങ് എൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു കാന്തം കൊണ്ടുവന്നു. ദ മാഗ്നറ്റ് ഡിഡ് നോട്ട് മാഗ്നറ്റ് ഫോഴ്സ്. ആ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തീകരണം, ആ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. റൈറ്റ് ഇൻ ടു സിറ്റുവേഷൻ വിച്ച് ലെഡ് ടു ദ ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ്. ആ മാഗ്നറ്റിന്റെ ആ ഒരു കാന്തിക ശക്തി പോകാനുള്ള കാരണം ഒന്ന് ചൂട്, ഹീറ്റിംഗ് ആയിരിക്കാം. രണ്ട് ഹാമറിങ്, അതിനെ നമ്മളിങ്ങനെ ചതച്ചുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ഡ്രോപ്പിംഗ്. ഹൗ ആർ യു മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് കെപ്റ്റ് ടു പ്രിവെന്റ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് നിലനിൽക്കാൻ വേണ്ടി യു മാഗ്നറ്റും ബാർ മാഗ്നറ്റും നമ്മൾ എങ്ങനെയാണ് കെപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ സൂക്ഷിച്ചു വെക്കും? കീപ് ബാർ മാഗ്നറ്റ് ഓൺ പെയേഴ്സ്. അപ്പോൾ ബാർ മാഗ്നറ്റ് നമ്മൾ പെയേഴ്സ് ആയിട്ടാണ് വെക്കുക കേട്ടോ, ഇൻ പെയേഴ്സ്. അറേഞ്ച് ദം സോ ദാറ്റ് ഓപ്പോസിറ്റ് പോൾസ് ആർ ഓൺ ദ സെയിം സൈഡ്, നോർത്ത് നെക്സ്റ്റ് ടു സൗത്ത് പോൾ. ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നോർത്തും സൗത്തും, ആ രണ്ടെണ്ണം നമ്മൾ ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ വെക്കണം.
പ്ലേസ് എ പീസ് ഓഫ് വുഡ് ബിറ്റ്വീൻ ദ ടു മാഗ്നറ്റ്. രണ്ട് മാഗ്നറ്റിന്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വുഡിന്റെ കഷ്ണം വെക്കണം കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാ? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ബാർ മാഗ്നറ്റ് എടുക്കുന്നു നമ്മൾ, അതിന്റെ ഓപ്പോസിറ്റ് പോൾസിനെ സെയിം വശത്തേക്ക് വെക്കുന്നു. ഓപ്പോസിറ്റ് പോൾസ് ഉണ്ടല്ലോ, സൗത്തും നോർത്തും, അത് രണ്ടും സെയിം ആയിട്ടുള്ള വശങ്ങളിലേക്ക് വെക്കുക. അതിന് നടുവിലായിട്ടൊരു മരക്കഷ്ണം വെക്കുക. ഇനി യു മാഗ്നറ്റ് ഉണ്ട്. ആ യു മാഗ്നറ്റ് പ്ലേസ് സിംഗിൾ സോഫ്റ്റ് അയൺ കീപ്പർ അക്രോസ് ഇറ്റ്സ് ടു ഓപ്പൺ. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിൽ രണ്ട് ടു ഓപ്പൺ ഉണ്ടല്ലോ, ആ രണ്ട് ഓപ്പണിങ്ങിന്റെ ഉള്ളിൽ യു മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിന്റെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് വേണം? അയൺ കീപ്പർ വെക്കുക. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ദ സോഫ്റ്റ് അയൺ കീപ്പർ കംപ്ലീറ്റ് ദ കണ്ടിന്യൂസ് ലൂപ്പ് ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റ് ഇങ്ങനെ ഒഴുകുന്നത് ഒരറ്റത്ത് നിൽക്കില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതിന്റെ ഉള്ളിൽ തന്നെ. ജസ്റ്റ് കീപ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ട്രാപ്ഡ് ഇൻസൈഡ് ദ ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ മാഗ്നറ്റിക് കാന്തിക ശക്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പുറത്തേക്ക് പോവില്ല. പ്രിവെന്റിങ് ദ മാഗ്നറ്റ് ഫ്രം ബിക്കമിങ് വീക്ക്. അപ്പോൾ ആ മാഗ്നറ്റ് വീക്ക് ആവില്ല. മനസ്സിലായല്ലോ? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യാനില്ല. അപ്പം നമ്മൾ ആ ഒരു അറ്റങ്ങളുടെ നടുവിലായിട്ട് ആ യുവിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് വേണം? നോർത്ത് സൗത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു അയൺ കീപ്പർ വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ കാന്തിക ശക്തി ഇങ്ങനെ കിടന്നിട്ട് കറങ്ങും. അപ്പോൾ ആ കാന്തിക ശക്തി അവിടെ നിന്ന് പോവില്ല. ക്ലിയർ ആയല്ലോ? ഓരോ മാഗ്നറ്റും തന്നിട്ടുണ്ട്, അതിന്റെ പേരുകളും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നിങ്ങളോടൊന്ന് യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഷേപ്പ് നോക്കി നിങ്ങൾക്ക് എഴുതാൻ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.